നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നതിനനുസരിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. പക്ഷേ ഈ റീഡിങ്ങിൽ എത്ര നിങ്ങൾക്ക് റീഡിംഗ് റെസണേറ്റ് ചെയ്താലും ഈ റീഡിംഗ് കേട്ടിട്ട് നിങ്ങൾ ഒരു കാര്യത്തിലും ഡിസിഷൻ എടുക്കാൻ പാടില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്. പിന്നെ നമ്മൾ നോക്കുക, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്, ഇപ്പോൾ എന്താണ് അവരുടെ സിറ്റുവേഷൻ. പിന്നെ തേർഡ് പാർട്ടിക്ക് വേണ്ടി, തേർഡ് പാർട്ടി കണക്ഷന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷനാണ് ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത്. അതുപോലെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് ആക്ഷനാണ് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടാമത്തെ കാർഡ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിംഗ് ആണ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കണം. അപ്പോൾ ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജിയാണ്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാം. ഭഗവാനെ, തേർഡ് പാർട്ടിയും ഇവരുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് ആണ്, കണക്ഷൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. കാർഡ് പറഞ്ഞില്ല. കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു കാർഡ് തരണേ ഭഗവാനെ. കാർഡ് മറിയുന്നില്ല. കുറച്ചൊരു ആലോചിച്ച് തീരുമാനിക്കുകയാണ് ഭഗവാൻ, ഏതാണ് നിങ്ങൾക്ക് കറക്റ്റായി. ഇപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കാം കാർഡ്സ് വീഴാത്തത് ഭഗവാനെ. ഒരു കാർഡാണ് വീണേക്കുന്നത്. ഈ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് പറയുന്നത് ബീയിങ് പൊളൈറ്റ്, വളരെ സൗമ്യതയോടെ സംസാരിക്കുക, അല്ലെങ്കിൽ സൗമ്യതയോടെ മറ്റുള്ളവരോട് പെരുമാറുക. വാക്കുകളാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. കൺവേ യുവർ മെസ്സേജസ് ഇൻ എ പൊളൈറ്റ് മാനർ. നമുക്ക് എന്തും മറ്റുള്ളവരോട് പറയാം, പക്ഷേ ഇപ്പോൾ നിങ്ങളോട് ഒരാളൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞത് ഇഷ്ടമായില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് പലതരത്തിൽ പറയാം. അതിൽ എന്നോട് ഇനി മേലെ ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറയാം, അതുപോലെ ഇങ്ങനെ എന്നോട് സംസാരിക്കരുത് എന്ന് എനിക്കിഷ്ടമല്ല ഇന്നും. രണ്ടും അർത്ഥം മനസ്സിലാവും, പക്ഷെ അതുകളുടെ ഇമ്പാക്റ്റും ഒരാൾക്ക് മീൻസ് അത് നമ്മൾ പൊളൈറ്റായിട്ട് പറയുന്നതാണെങ്കിലും കാര്യം വ്യക്തമാണ് അല്ലേ. എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് ഒച്ചയെടുത്ത് പറയാം, അടിച്ചിട്ട് പറയാം, വളരെ സൗമ്യമായിട്ട് പറയാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറയുന്ന എന്ത് കാര്യം, നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവരോട് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ പറയുന്ന രീതി, അതിലാണ് നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി 7 ഓഫ് സ്വേർഡ്സ് ആണ്. ഇത് ശരിക്കും ഒരു മോഷ്ടാവിൻ്റെ എനർജിയാണിത്. ഇത് കണ്ടോ, ഈ പേഴ്സൺ ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുകയാണ്. ചിലപ്പോൾ ചിലരുടെ ഐഡിയാസ് ആയിരിക്കും മോഷ്ടിക്കുന്നത്, ചിലരുടെ അഭിപ്രായങ്ങളായിരിക്കും, ചിലർ പറയുന്ന സീക്രട്സ് മോഷ്ടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു എനർജിയും കൂടെ ആവാം ഇത്. അപ്പോൾ എന്തായാലും കള്ളത്തരം, മെയിനായിട്ട് മോഷണമാണിത്. അപ്പോൾ ഈ പേഴ്സൺ ഇതുവരെ ഇപ്പോഴും തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റുകൾ കാരണം പിടിക്കപ്പെട്ടിട്ടില്ല, അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോന്നിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇതൊരു സീക്രട്ട് തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയായിട്ട്, വളരെ സീക്രട്ട് ആയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ആർക്കും അറിയില്ല ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്നായിരിക്കാം ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇവർ നമ്മളെല്ലാവരെയും പൊട്ടന്മാരാക്കുന്നു എന്നൊരു സന്തോഷം ഇവർക്കുണ്ട്. മനസ്സിലായി, എല്ലാവരും പൊട്ടന്മാരാണ്, ഞങ്ങൾ ചെയ്യുന്നത് ആരും കണ്ടുപിടിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇവരെ ആരും എന്താ പറയുക, ഇവരോട് ഇതിനെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല എന്നും കൂടെ ആവും. അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണിത് സോഡിയാക് സൈൻ. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. കുറ്റബോധമൊന്നും ഇല്ലാത്ത ആളുകളാണ്, കുറച്ച് പേടിയല്ല, ഭീരുക്കളായ ആളുകളാണ്, പക്ഷേ ഒരു കുറ്റബോധവും ഇല്ലാത്ത ആളുകളാണ് എന്നാണ് കാണിക്കുന്നത്. ലിയോ, സ്കോർപ്പിയോ, 2 സോഡിയാക് സൈൻ ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ലിയോയും സ്കോർപ്പിയോയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഭീരുക്കളാണ്, പക്ഷേ കള്ളത്തരം ചെയ്യുന്നവരാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഒരു എന്താ പറയുക കുറ്റബോധമില്ലാത്ത ആളുകളാണ് കേട്ടോ. ബാങ്ക് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് ഫീലിങ്സ് ആണ്. അപ്പോൾ ഈ റീഡിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇവർ തമ്മിൽ ഈ ഫസ്റ്റ് ഓവറോൾ എനർജി തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടോ ഇല്ലയോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ല ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് വളരെ സ്വകാര്യമായിട്ട് കള്ളത്തരത്തിൽ കൂടെ ഇപ്പോഴും ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് ഓവറോൾ എനർജി തന്നെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര കോൺഫിഡൻ്റ് ആയ, വളരെ നന്നായിട്ട് തമാശ പറയാൻ കഴിവുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു വളരെ സ്ട്രോങ് ഒരു എന്താ പറയുക, വളരെ സ്ട്രോങ് ആയ ഒരു തേർഡ് പാർട്ടിയെ കാണുമ്പോൾ ഭയങ്കര ഫ്രജൈൽ എന്ന് വെച്ചാൽ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നുമെങ്കിലും അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഭയങ്കര സ്ട്രോങ് ആയ ഒരാളാണ്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയ സ്റ്റാൻഡ് എടുക്കാൻ കഴിവുള്ളവരാണ്, ഒരു പേഴ്സണാണ്. അതുപോലെ അവർ സത്യം പറയുന്ന ഒരു എനർജി ആണെന്നും കൂടെ നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെക്കുറിച്ച് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ഇമോഷണലി നല്ല കൺട്രോളുള്ള ഒരു എനർജിയും കൂടിയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും രണ്ട് സ്വഭാവമുള്ള എനർജീസാണ്. തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ കുറേ വർഷങ്ങളായിട്ടുള്ള കണക്ഷനാണ്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് കണക്ഷൻ വരുന്നതിന് മുമ്പേ ഉള്ളൊരു കണക്ഷൻ ആയിരിക്കാം ഇത്. എന്തായാലും ഈ കണക്ഷൻ സ്റ്റക്കായിട്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ ഇവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനോ ഓപ്പണായിട്ട് കറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. കാരണം നിങ്ങൾ കണ്ടുപിടിച്ച് അതിനൊരു തടസ്സം ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളോട് ഞാനും തേർഡ് പാർട്ടിയായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുമ്പോഴും രഹസ്യമായിട്ട് ഇവർ കോണ്ടാക്റ്റിലുണ്ടെന്നാണ് പറയുന്നത്. ഇതങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്ന ഒരു കണക്ഷൻ അല്ല, ഇത് വർഷങ്ങൾ പഴക്കമുള്ളൊരു കണക്ഷനാണ്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ വഴക്കുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ബഹളം ഉണ്ടാവുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് വിശ്വാസമില്ല നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ ഇപ്പോഴും ഇഷ്ടമാണെന്ന്.
അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെന്നാണ് തേർഡ് പാർട്ടി ആവശ്യപ്പെടുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് അത് ചെയ്യാനുള്ള ധൈര്യമില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ രഹസ്യമായിട്ട് ഇവരുമായിട്ട് കോൺടാക്റ്റ് വയ്ക്കുന്നത്. ക്യാൻസർ സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി പറയുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കണം. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എക്സ് ആവാനും വഴിയുണ്ട്. എന്തായാലും ചിലപ്പോൾ അവർ വിവാഹബന്ധം വേർപെടുത്താത്തവരായിരിക്കും, സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവുമായിരിക്കും. അതിലൊരാളായിട്ടാണ് നിങ്ങൾ കണക്ഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ മാരേജ് ഇപ്പോഴും സ്ട്രോങ് ആണ് എന്നൊരു ചിന്ത ഒരാൾക്കുണ്ട്. കാരണം അത് ഡിവോഴ്സിലേക്ക് പോയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഉപേക്ഷിക്കണമെന്നാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. ആ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള തേർഡ് പാർട്ടിക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. കാരണം തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ആയിട്ടുള്ളൊരു സക്സസ്ഫുൾ ഫ്യൂച്ചർ, ഒരു കല്യാണ ജീവിതം, വിവാഹ ജീവിതം ആണ് ആഗ്രഹിക്കുന്നത്. ഭർത്താവ്, കുട്ടികൾ, ഭാര്യ, കുട്ടികൾ, ഇഷ്ടംപോലെ പണം, നല്ല ലക്സൂറിയസ് ആയിട്ടുള്ള വീട്, വണ്ടി എല്ലാം വേണം. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ഒരു ഭൗതികമായ ജീവിതമാണ്. സ്നേഹം, ഇമോഷൻസ്, നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം അതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പേഴ്സൺ ഒന്ന് ട്രാപ്പ് ചെയ്യണം. അതിന് നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റഡ് ആവണം ഇവരോട്. എന്നാലേ മാത്രമേ ഇവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുണ്ട്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവർ ഓൾറെഡി വിവാഹം കഴിച്ച സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ് ആണെങ്കിൽ ഇതിലൊരു കുഞ്ഞുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കുഞ്ഞിനെ, പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊരു കുഞ്ഞ് വേണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവാഹ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒഴിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇവർ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിരിക്കും ട്രൈ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ തേർഡ് പാർട്ടി കുറച്ച് ഉഴപ്പുള്ള ഒരാളിൽ സ്ഥിരമായിട്ട് നിൽക്കാത്ത ഒരു എനർജിയാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നത്. പക്ഷെ ഇപ്പോൾ അവരുടെ ആ ഒരു അഹങ്കാരമാണത്. മനസ്സിലായോ? ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ചൊൽപ്പടിക്ക് നിർത്താമെന്നൊരു ചിന്ത ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ തിരിച്ച് നിങ്ങളുടെ പേഴ്സണെ അവർക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോടൊപ്പം വരുന്ന ആരെയും ഇതുവരെയും ഇവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അതും ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണ് ഇവരെ ഒഴിവാക്കാൻ പറ്റാത്തതും. ഓക്കെ, നോക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴും റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഡെത്ത് കാർഡ് റിവേഴ്സാണ് വന്നേക്കുന്നത്. തന്നെത്താനെ വന്ന കാർഡാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇവർ തമ്മിൽ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് വരുത്താൻ ഇവർക്ക് രണ്ടു പേർക്കും പറ്റുന്നില്ല. നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് അബാൻഡൻ ചെയ്യാമെന്നാണ് അർത്ഥം. പക്ഷേ 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വരുമ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് രണ്ടാമത് റീകണക്ട് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഒരു പ്ലെയർ എനർജി ഉണ്ട്. ഒരു വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന രണ്ട് എനർജീസാണിത് കേട്ടോ. ഇവർ തമ്മിൽ ഒരു എന്താ പറയുക, ഇതൊരു ലീഗൽ ബോണ്ട് പോലെയാണ്. ഒരു പണ്ടത്തെ ഒരു കണക്ഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് മുറിച്ച് മാറ്റാൻ, നിങ്ങളുടെ പേഴ്സണെ മുറിച്ച് മാറ്റാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് തേർഡ് പാർട്ടി ഒരു പ്ലെയർ എനർജിയാണ്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പേഴ്സണെ വരുത്താൻ പറ്റും എന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് പോയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇത് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സണ് അത് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അതാണൊരു പ്രശ്നം. അക്വേറിയസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇനി എന്ത് ആക്ഷൻ ആയിരിക്കും ഈ കണക്ഷന് വേണ്ടി എടുക്കുക? നിങ്ങളുടെ പേഴ്സൺ ഇനി എന്ത് ആക്ഷൻ ആയിരിക്കും ഈ കണക്ഷന് വേണ്ടി എടുക്കുക? നിങ്ങളുടെ പേഴ്സണെ ഈ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് നാണം കെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള പലരുമായിട്ട് തേർഡ് പാർട്ടി കണക്ഷൻ വെച്ചിട്ടുണ്ടാവും, റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ടവർ മൊമെൻറ്റ് പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നത്.
എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇതിനൊരു തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണെ ഒരു ടവർ മൊമെൻറ്റ് പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനൊരു ടവർ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുമ്പോൾ അതൊരു വലിയൊരു 2 പ്രാവശ്യം ടവർ കാണിക്കുന്നുണ്ട്. വലിയൊരു ഭൂകമ്പമാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടി വരും. കാരണം തേർഡ് പാർട്ടി ഇതിവിടെ എന്ത് സീനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അടുത്ത ചോദ്യം അതാണ്. തേർഡ് പാർട്ടിയുടെ ആക്ഷൻ എന്തായിരിക്കുമെന്ന് മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ടവർ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് തേർഡ് പാർട്ടിയായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് അവരുമായിട്ടുള്ള സഹകരണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവർ വലിയൊരു ഭൂകമ്പം ഉണ്ടാവും. തേർഡ് പാർട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ സ്കോർപ്പിയോ ആണ്. സ്കോർപ്പിയോ വളരെ സ്ട്രോങ് ആണ്. ഇവിടെ 3 കാർഡ് സ്കോർപ്പിയോ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? തേർഡ് പാർട്ടി ഇവിടെ വളരെ വയലൻ്റ് ആയിട്ട് പെരുമാറും. അപ്പം മിക്കവാറും നിങ്ങളുടെ അടുത്ത് തേർഡ് പാർട്ടി എത്താൻ വഴിയുണ്ട്. ഇവിടെ പബ്ലിസൈസ് ചെയ്യാനായി വളരെ സീക്രട്ടായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ തേർഡ് പാർട്ടിയുടെ ഇംഗിതത്തിന് വഴങ്ങി തേർഡ് പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തേർഡ് പാർട്ടി അതുപോലെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനായിട്ടുള്ള ശ്രമം നടത്താൻ പോകുന്നത് കൊണ്ട് തേർഡ് പാർട്ടി ഒരു ടവർ മൊമെൻ്റ് ആണല്ലോ തേർഡ് പാർട്ടി ലൈഫിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഒഴിവാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇവർ വളരെ ദേഷ്യപ്പെട്ടിട്ട് വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വരാൻ പോകുന്നത്. ഇവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളോട് തുറന്ന് പറയും തേർഡ് പാർട്ടി. അതാണ് ഇവിടെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുമ്പിൽ സത്യം തുറന്ന് പറയാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. ഞാൻ കാർഡ് റിവേഴ്സ് ചെയ്തു, എന്നിട്ടും ഇതേ വരുന്നുണ്ട്. എല്ലാം റിവേഴ്സ് കാർഡാണ്. പക്ഷേ ഇവർ പാസ്റ്റ് മുഴുവനും ഇവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഇവരും തമ്മിലുള്ള പണ്ട് മുതലേ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയത്, എന്തായിരുന്നു കണക്ഷൻ, എന്തൊക്കെയാണ് ഇവർ തമ്മിൽ നടന്നത്, എല്ലാം വിളിച്ചു പറയാൻ പോവുകയാണ്. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ടവർ മൊമെൻറ്റ് വരാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സീൻ ഉണ്ടാക്കാനൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ വിളിച്ച് സംസാരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ വരും, അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് വന്ന് സംസാരിക്കും ഇവർ. മനസ്സിലായോ? അതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. വളരെ സൂക്ഷിക്കേണ്ട എനർജിയാണ്. ഇവിടെ ലിയോയും സ്കോർപ്പിയോ ആണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇതും ലിയോ തന്നെയാണ്. അക്വേറിയസ് ഉണ്ട് ഇവിടെ. സ്കോർപ്പിയോ സ്ട്രോങ് ആണ്. സ്കോർപ്പിയോ വളരെ വളരെ സ്ട്രോങ് ആണെന്ന് പറയാം. മെജോറിറ്റി കാർഡും സ്കോർപ്പിയോ ആണ്. വേറെ ജോഡിയാക് സൈൻസ് അത്രയും ഇവിടെ വന്നിട്ടില്ല. ടോറസ് ഉണ്ട്. സ്കോർപ്പിയോ പിന്നെയും ഉണ്ട്. പിന്നെയും ലിയോ വരുന്നുണ്ട്. ഇപ്പം ലിയോയും സ്കോർപ്പിയോയും തമ്മിലുള്ള മെജോറിറ്റി ഒരു ടോറസ് ഒരു കണക്ഷൻ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെ ബർത്ത് ചാർട്ടിൽ ഗ്രഹനിലയിൽ ലിയോയോ സ്കോർപ്പിയോയോ സ്ട്രോങ് ആയിട്ടുണ്ടാകാൻ വഴിയുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡാണിത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നോക്കുന്നത്. നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജിലേക്ക് പോകാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഒരു ഡിസ്ട്രോയറുടെ കാർഡ് കണ്ടു, ഒരു ഒബ്സഷനും കണ്ടു ഭഗവാനെ. ഓം നമ ശിവായ. 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 ഒരു ശബ്ദം കൂടെ ചെയ്യാം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഭവാനി, നമുക്ക് കാർഡ് നോക്കാം. ഭവാനി,
രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. കാർഡ് മറിഞ്ഞു. ആ ഡിസ്ട്രോയർ കാർഡ് നമ്മൾ കണ്ടില്ലായിരുന്നു, അതാണ് വന്നിരിക്കുന്നത്. ഒരു മേജർ ചേഞ്ച്, ഒരു ഡിസ്ട്രോയ്, ഒരു നാശം. ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു സാധനം നശിച്ചിട്ട് അവിടെ നിന്ന് വേറൊരു സാധനം ജന്മമെടുക്കുക, അതാണ് ഡിസ്ട്രോയർ എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷൻ ഇസ് എൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ക്രിയേഷൻ. അപ്പം നാശം ഒരു ജീവൻ്റെ അവസാനം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ അവസാനം പുതിയൊരു സിറ്റുവേഷൻ ജനിക്കാനായിട്ട് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നാശം വരാൻ പോകുന്നുണ്ട്. എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നതാണ് പറയുന്നത്. നമ്മളുടെ എക്സ്പീരിയൻസസ് ആണ് നമ്മളാക്കുന്നത്, അല്ലേ? നല്ലതോ ചീത്തയോ ഏത് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ആ എക്സ്പീരിയൻസിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഞാനെന്ന ഞാൻ, അല്ലേ? അപ്പോൾ അതാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തോ ഒരു വളരെ മേജർ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഒരു പുനർജന്മം നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. ലിറ്ററലി അല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം, അങ്ങനെയാണ് കാണുന്നത്. ജീവിതത്തിൽ മൊത്തത്തിലൊരു വ്യത്യാസം, ഒരു അഴിച്ചുപണി നടക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി? ഇവർ തമ്മിൽ ഒന്നില്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവരാവാം. ഇത് പണസംബന്ധമായൊരു കാർഡാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ 3 പേരുണ്ട് ഇവിടെ, മനസ്സിലായോ? അപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ കാർഡ് തന്നെയാണിത്. അപ്പോൾ എന്താ പറയുക, തേർഡ് പാർട്ടി ഇത് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സഹകരണമാണ്, കമ്മ്യൂണിക്കേഷൻ, ഒരു കംഫർട്ടബിലിറ്റി എല്ലാമാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. അപ്പോൾ ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ കംഫർട്ടബിൾ ആണ് ഇവർ തമ്മിൽ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. കുറേ കാർഡ്സ് മറിഞ്ഞിരിക്കും. ഞാൻ തിരിച്ചു വച്ചാലും നിങ്ങളുടെ എനർജി എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ പിന്നെയും പിന്നെയും നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും. ഈ 3 ഓഫ് പെൻറ്റക്കിൾസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടോ? അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇവർ തമ്മിൽ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഇവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതാണ് പറയുന്നത്. വളരെ സഹകരണ മനോഭാവത്തോടെ ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത്. ഇവർ തമ്മിൽ അകലാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളോടിപ്പോൾ ഞാനും തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഇല്ല നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞാലും ഇവർ തമ്മിൽ ഇവർക്ക് അകൽന്ന് നിൽക്കാൻ പറ്റാത്ത 2 ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജിയാണ്. ഡിവോഴ്സ്ഡ് ആയിരിക്കാം, ഹസ്ബൻഡ് മരിച്ച അല്ലെങ്കിൽ വൈഫ് മരിച്ച ആരെങ്കിലും ആരായിരിക്കാം. അപ്പോൾ ഇവർ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഒറ്റയ്ക്കാവുക എന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ടെൻഷനാണ്. കാരണം ഇവരുടെ ലൈഫിലേക്ക് വേറെ ആരെങ്കിലും വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡഡ് ആണ്. ഫിനാൻഷ്യലി നിങ്ങളുടെ പേഴ്സണുമായിട്ട് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം.
അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ഫാമിലിയിൽ നിങ്ങളുടെ പേഴ്സൺ കാരണം പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. പക്ഷെ ഇവർ രണ്ടുപേരും ഇവർ തമ്മിൽ ഹാപ്പി ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ തേർഡ് പാർട്ടി പലരിൽ നിന്ന് പണം മേടിക്കുന്നുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് പൈസ ചിലവുള്ള ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്. മനസ്സിലായോ? ഈ ഇവിടെ ഹാപ്പിനെസ് ഇല്ല. തേർഡ് പാർട്ടിയുടെ സ്വഭാവത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല. കാരണം എപ്പോഴും പേഴ്സൻ്റെ അടുത്ത് കടം മേടിക്കുന്നുണ്ടാവാം തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ഒരു അവകാശം പോലെ മേടിച്ചെടുക്കുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ അത് അവർ ആവശ്യത്തിനല്ല യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കുന്ന പൈസ ഇവർ അവരുടെ വെറുതെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഒരു കംഫർട്ടബിൾ ആണ്, തേർഡ് പാർട്ടിയോട് സഹകരണമുണ്ട്, തേർഡ് പാർട്ടി മീൻസ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയെ ഒരു പ്ലെയർ ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. വളരെ സെൽഫിഷ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ജീവിതത്തിൽ ഒട്ടും ഹാപ്പി അല്ല കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് ഇവർ ഒരുമിച്ച് നിൽക്കുന്നത്? ചിലപ്പോൾ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടും രണ്ടുപേർക്കും രണ്ടുപേരുടെയും സഹകരണം ആവശ്യമായതുകൊണ്ടുമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാകാൻ പറ്റാത്തത്. നിങ്ങൾ ഈ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരിൽ നിന്ന് കടമെടുക്കേണ്ടി വരുന്നുണ്ട്. കുറേ പണം നഷ്ടം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. ഇവിടെ ആകെ ലിയോ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ആയിട്ട് കാണുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ വെറും ചവിട്ടുപടിയാണ് തേർഡ് പാർട്ടിക്ക്. മനസ്സിലായോ? അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും, ഒരു പണമിടപാടിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിലും ഇവരുടെ രണ്ടുപേരും സ്വാർത്ഥതയുള്ള എനർജീസാണ്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിലും വളരെ സഹകരണ മനോഭാവത്തോടുകൂടി രണ്ടുപേരും പണമിടപാടുകളിൽ ഇടപെടുന്നത്. പക്ഷേ പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇവർ തമ്മിൽ നല്ല പ്രശ്നങ്ങളുണ്ട്. തേർഡ് പാർട്ടിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു ചവിട്ടുപടിയാണ്, ഏണിയാണ്. എന്ന് വെച്ചാൽ ചവിട്ടുപടി, ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും മുതുകത്ത് ചവിട്ടിയിട്ടാണ് ചില സമയത്ത് പോവുക അല്ലേ? ചിലപ്പോൾ ഒരു സിനിമയിൽ ചാൻസ് കിട്ടണമെങ്കിൽ കുറേ നാൾ ഒരാളുടെ പുറകെ നടന്ന് അയാളൊരു ചാൻസ് മേടിച്ച് കൊടുത്ത് സക്സസ്ഫുൾ ആകുമ്പോൾ പിന്നെ ഈ ചവിട്ടുപടിയുടെ ആവശ്യമില്ല, പിന്നെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാം. അപ്പോൾ ഈ ചവിട്ടുപടി തട്ടിക്കളയുക, ആ ഒരു ഉദ്ദേശത്തിലാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിൽക്കുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആകണമെന്നാണ് തേർഡ് പാർട്ടിയുടെ ആഗ്രഹം. അപ്പോൾ തേർഡ് പാർട്ടിയുടെ പേഴ്സണൽ ഉദ്ദേശത്തിലാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നോക്കിയപ്പോൾ. അപ്പോൾ തേർഡ് പാർട്ടിക്ക് വളരെ കാലമായിട്ടൊരു ആഗ്രഹമുണ്ട് ഏതോ ഒരു പൊസിഷനിൽ എത്തണമെന്നത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് തേർഡ് പാർട്ടിയെ സഹായിക്കാൻ പറ്റിയത് നിങ്ങളുടെ പേഴ്സണാണ്. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ആണ് ഉള്ളത്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് വേറെ ആരുടെ അടുത്തേക്കും പോകാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മനാണ്, നിങ്ങളുടെ പേഴ്സണാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഇവരെ മുതലെടുക്കുന്നത് വളരെ കുറച്ചാണ് നിങ്ങളുടെ പേഴ്സൺ. മറ്റുള്ളവർ നല്ലോണം മുതലെടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇവരുടെ പാസ്റ്റ് ഓർക്കുമ്പോൾ പേടിയുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇനി തിരിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് അവർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? റീകൺസൈൽ ചെയ്തേക്കുകയാണ്. പക്ഷെ എന്നാലും റീകൺസിലേഷൻ, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവർക്കറിയാം. ഇവർ തമ്മിലും ഒട്ടും ഇത് പല കാര്യങ്ങളും ഇവർ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് ദിശയിലാണ്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഇവർ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്, ഇവർ തമ്മിൽ തെറ്റിപ്പിരിയാറുണ്ട്. പക്ഷെ എന്നാലും തിരിച്ച് രണ്ടുപേരും അങ്ങോട്ട് തന്നെ ഒരുമിച്ച് തന്നെ ചെല്ലുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറേ മൈൻഡ് ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്കറിയുന്ന പോലെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടാവാം.
പക്ഷേ രണ്ടാമത് അവർ റീകൺസൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം ഇവിടെ പണമിടപാടിന് ഇവർ രണ്ടുപേരും കൂടെ നിന്നാലേ കാര്യമുള്ളൂ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും ഇവർ തമ്മിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാൻ പറ്റാത്തത്. ഇപ്പോൾ തേർഡ് പാർട്ടി നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ പേഴ്സൺ ചെയ്യുന്ന ജോലിയിൽ ആ പേഴ്സൺ ആണ് എക്സ്പേർട്ട് എങ്കിൽ, ആ പേഴ്സൻ്റെ സ്വഭാവം എങ്ങനെയാണെങ്കിലും എൻ്റെ കൂടെ ഒരു ബിസിനസ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അയാളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലേ? പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും, അയാളെ ചിലപ്പോൾ പറഞ്ഞു വിടും. പക്ഷെ വേറെ അത്രയും നല്ല ജോലി എടുക്കുന്ന ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് തിരിച്ച് അവരുടെ പേഴ്സണെ കൊണ്ടുവരും. നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ ജോലിക്ക് അത് അത്യാവശ്യമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ സ്കോർപിയോ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ. ഇവർ രണ്ടാമത് റീകൺസൈൽ ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? അടുത്ത ആക്ഷൻ, ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ പഴയ പോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ട്രൈ ചെയ്യും. ഇവിടെ ഒരു ഈഗോ ഒക്കെ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ വളരെ ഈഗോ ഉള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ പേഴ്സൺ ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ട് തേർഡ് പാർട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാര്യങ്ങൾ പഴയ പോലെ തുടങ്ങും. 3 of Cups കാണിക്കുന്നുണ്ട്. പഴയ റിലേഷൻഷിപ്പിലേക്ക് പോകും. അപ്പോൾ തിരിച്ച് അവർ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ഷനിലേക്ക് പോകാനാണ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണ്ടി വരും എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ എന്താ പറയുക പേഴ്സൻ്റെ ആവശ്യമാണ് തേർഡ് പാർട്ടി തിരിച്ച് വരിക എന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈഗോ എല്ലാം മാറ്റി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സോറി പറയും തേർഡ് പാർട്ടിയോട്. എന്നിട്ടാണ് തേർഡ് പാർട്ടിയെ തിരിച്ച് റിലേഷൻഷിപ്പോ ഇവരുടെ കണക്ഷനിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി എബ്രോഡ് ആണെങ്കിൽ, തേർഡ് പാർട്ടി ഇവിടെ ഇല്ല, തേർഡ് പാർട്ടി ജോലി ആവശ്യത്തിന് എന്തിനെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ പോയി തേർഡ് പാർട്ടി വിളിച്ചുകൊണ്ട് വരും. അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ അത് എത്രയും പെട്ടെന്ന് വേണം. അപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് തേർഡ് പാർട്ടിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത്. തേർഡ് പാർട്ടിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ടുള്ള? തേർഡ് പാർട്ടി ഇപ്പോൾ ഭയങ്കര ഇതിലാണ്. തേർഡ് പാർട്ടി ജോലിയൊന്നും ചെയ്യുന്നില്ല. ഇത് പൊതുവേ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ വന്നിട്ട് തേർഡ് പാർട്ടി ഒരു സുഖലോലുപനോ ആണ്, മനസ്സിലായി. അങ്ങനെ ജോലി എടുത്ത് ശീലമില്ലാതെ മടി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഒട്ടും ഹാപ്പി അല്ല. അവിടെ നല്ല പണിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇതെങ്ങനെ നിങ്ങളുടെ പേഴ്സൺ വരണേന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും തേർഡ് പാർട്ടി. കാരണം ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണുമായിട്ടാണ്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഒരു ഓഫർ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർ നിങ്ങളുടെ പേഴ്സണേക്കാളും ഈഗോ ഉള്ള ഒരു എനർജി ആയതുകൊണ്ട് ഇവരൊന്നും ചെയ്യുന്നില്ല, അനങ്ങാതിരിക്കുകയാണ്, ഒരു ഓഫറും കൊടുക്കുന്നില്ല. പക്ഷെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൺ വന്നിരുന്നെങ്കിലെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. 2 of Cups ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെയാണ് ഇവർ. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇത് ലവേഴ്സ് മാത്രമല്ല വരുന്നത്. നമ്മൾ ഈ വളരെ സീരിയസ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു ഡിഫൻസിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു പൈലറ്റും ഒരു നാവിഗേറ്ററും, അല്ലെങ്കിൽ ആർമിയിലാണെങ്കിൽ, നമ്മളുടെ പോലീസിലാണെങ്കിൽ തന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് ഇപ്പം ക്രൈമിന് വേണ്ടി പോകുമ്പോൾ നമ്മളെ വിശ്വസ്തരായ അവർ വേണം. എന്നാൽ അവരുടെ ജീവൻ കൊടുത്തും നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് അത്രയും കോൺഫിഡൻസ് ഉള്ള എനർജീസിനെയാണ് നമ്മൾ കൂടെ കൂട്ടുക. എന്നാലേ നമുക്കൊരു ധൈര്യമുള്ളൂ ഇത് ഇറങ്ങി പുറപ്പെടാനായിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ളവർ ഓടിക്കളയുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ അങ്ങനൊരു കണക്ഷനാണ്, വളരെ സ്ട്രോങ് ബോണ്ടാണ് ഇവർ തമ്മിൽ. അത് ഒരു ലവർ കണക്ഷൻ ആവണം എന്നില്ല, ഇവർ തമ്മിൽ വളരെ സ്ട്രോങ് ബോണ്ടാണ്. അപ്പോൾ ഇവർ തമ്മിൽ നിൽക്കുമ്പോഴാണ് സക്സസ് വരുന്നതെന്നൊരു വിശ്വാസം രണ്ടുപേർക്കും ഉണ്ട്. പക്ഷേ സ്വരച്ചേർച്ച ഇല്ലായ്മ ഇവർ തമ്മിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും 2 തരം വിശ്വാസങ്ങളും 2 തരം ഐഡിയൽസും ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും രണ്ടാമത് ഒരുമിച്ച് ചേരാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ക്യാൻസർ സ്ട്രോങ് ആണ് ഇവിടെ. വേറെയും ക്യാൻസർ സോഡിയൽസ് ഇവിടെ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അക്വേറിയസ് ഉണ്ട്, സ്കോർപിയോ, പിന്നെയും ക്യാൻസറെ കണ്ടൂടെ, ക്യാൻസർ എവിടെയോ കണ്ട പോലെ തോന്നി.
ലിയോ. ഇത്രയുമാണ് സ്ട്രോങ് ആയ സോഡിയക് സൈൻ. അപ്പം നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിംഗ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഇവരുടെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. മിസ്യൂസ് ഓഫ് പവർ. ഒരു കാർഡ് ഇവിടെ രണ്ടല്ല, 2 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. ഇവിടെ പറയുന്ന മഹാശിവരാത്രി, ലവ് ആൻഡ് ഹാർമണി ഓഫ് വൈറ്റ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു സ്നേഹബന്ധം വരാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആകാൻ ചാൻസ് ഉണ്ട്. സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് പറഞ്ഞത് കൊണ്ട് അത് വളരെ ഹാപ്പി ആവണം എന്നില്ല കേട്ടോ. സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഓരോ ജന്മങ്ങളിൽ നമ്മളുടെ ആത്മാവുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പാണ്. അത് നമ്മുടെ മക്കളായിട്ട് വരാം, അച്ഛനും അമ്മയായിട്ട് വരാം, ബ്രദേഴ്സ് സിസ്റ്റേഴ്സായിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം, ലവേഴ്സായിട്ട് വരാം, ആരുമായിട്ട് വരാം. പലതും സോൾമേറ്റ് കണക്ഷനാണ്. അപ്പോൾ സോൾമേറ്റ് കണക്ഷൻ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ച ആൾക്കാർ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ജന്മത്തിൽ ആ സോൾമേറ്റ് കണക്ഷൻ വന്ന് കയറിക്കഴിഞ്ഞാൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, പക്ഷേ പ്രതികാരത്തോടുകൂടി വരുന്ന സോൾമേറ്റ് കണക്ഷൻ. അപ്പോൾ ജീവിതം മുഴുവൻ നമ്മളുടെ നരകമാക്കും അവർ. എന്നുവെച്ചാൽ നമ്മൾ അവരോട് ചെയ്തതിൻ്റെ കടം വീട്ടുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാർഡ് വരുന്നത് ബ്രഹ്മാസുരൻ്റെ ഇതാണ്, മിസ്യൂസ് ഓഫ് പവർ. അപ്പോൾ ഈ കാർഡ് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, അതല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്ന് പറയും. ഈ ചിലരുണ്ടല്ലോ, മിക്കവർക്കും അവർക്ക് കിട്ടുന്ന പവർ, സ്വാധീനം, അത് എങ്ങനെ ചെലവാക്കണം, എങ്ങനെ അത് ഉപയോഗം ചെയ്യണം എന്ന് അറിയാത്തവരാണ്. നമുക്ക് ഒരു പവർ കിട്ടുമ്പോൾ പവർ കിട്ടുമ്പോൾ നമ്മൾ അഹങ്കരിക്കുകയും നമ്മളത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ ഓഫീസിൽ മാനേജറില്ല, മാനേജറിന് താഴെയുള്ള ഒരാൾക്ക് തൽക്കാലത്തേക്ക് ഒരു 2 ദിവസത്തേക്ക് മാനേജറിൻ്റെ പവർ കൊടുക്കുക എന്ന് പറയാം. ആ പേഴ്സൻ്റെ സ്വഭാവം എങ്ങനെയാണ്, നിങ്ങളോട് ആ പേഴ്സൺ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലാകും. അപ്പോൾ അതുപോലെ ചില അച്ഛന്മാരും അമ്മമാരും നമ്മൾ വെറുതെ ഇപ്പോൾ കുട്ടികൾക്ക് എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ വേണ്ട, നീ പോകണ്ട, എന്താ പോകണ്ടാത്ത കാര്യം, നീ പോകണ്ട, എനിക്കിഷ്ടമല്ല, നീ പോകണം, ഇത്രയേ ഉള്ളൂ. അത് പവറിൻ്റെ ഒരു മിസ്യൂസാണ്. മനസ്സിലാവും? എനിക്കിഷ്ടമല്ല നീ അവിടെ പോകണം, അതുകൊണ്ട് നീ പോകണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാം, മോനെ അല്ലെങ്കിൽ മോളെ അവിടെ പോയാൽ ഇങ്ങനെയാണ് സിറ്റുവേഷൻ, അപ്പോൾ അതുകൊണ്ടാണ് പോകണം. അതല്ല, എനിക്ക് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ഇതിലാണ് നീ നിൽക്കുന്നത്, നീ പോകരുത് എന്ന് പറയുമ്പോൾ പിള്ളേർ റിബലായിട്ട് വളരും. അതൊക്കെ ഒരുതരം പവറാണ്. അപ്പം മിസ്യൂസ് ചെയ്യരുത്. മക്കളോടായാലും ഭാര്യയോടായാലും ഭർത്താവിനോടായാലും ഓഫീസിൽ ഒപ്പം ജീവിക്കുന്ന നമ്മുടെ കീഴ് ജീവനക്കാരോടായാലും നമ്മൾ റൂട്ടിൽ കാണുന്ന ആളുകളോടായാലും ആരോടായാലും പവർ മിസ്യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. 4 ഓഫ് വോൺസ് ആണ് കാണിക്കുന്നത്. ഇതൊരു മാരേജ് ആണല്ലോ, ഇവർ വിവാഹം കഴിച്ചോ? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു, ഇവർ മാരീഡാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ ഇത്? അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ആളാണെങ്കിൽ നിങ്ങളായിരിക്കാം ചിലപ്പോൾ തേർഡ് പാർട്ടി.
അല്ലെങ്കിൽ നിങ്ങളും വേറൊരാളുമായിട്ടൊരു ചോയ്സ് വന്നപ്പോൾ ആ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ പേഴ്സൺ തേർഡ് പാർട്ടിയായി. അപ്പോൾ ആ പേഴ്സണെ നിങ്ങളുടെ പേഴ്സൺ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ ഇപ്പം മാരീഡ് ആണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. കഷ്ടമായിപ്പോയി. ഓക്കെ, ഒരു ചോയ്സ് എടുത്തു നിങ്ങളുടെ പേഴ്സൺ. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ചോയ്സ്. ആ ചോയ്സ് എടുത്തു എന്നാണ് പറയുന്നത്. ഇന്ന് ഇവർ ചിലപ്പോൾ ഹണിമൂൺ ട്രിപ്പിന് പോകുമായിരിക്കും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എബ്രോഡ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. ഒരു ട്രാവൽ ഇവരുടെ ലൈഫിലേക്ക്, അപ്പോൾ ഒരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ് ഇവർ കേട്ടോ. ജീവിതയാത്രയും അതുപോലെ തന്നെ അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ യാത്രയും. ലിറ്ററലി ഒരു യാത്ര. ചിലപ്പോൾ പ്ലെയിനിലായിരിക്കും പോകാൻ പോകുന്നത്. എന്തായാലും ഒരു യാത്ര പുറപ്പെടാൻ പോകുന്നുണ്ട് ഇവർ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? ഇവർ മാരീഡ് ആണ്. ഇപ്പോൾ മാരേജ് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? കഴുത്തിന് കത്തി വെച്ചിട്ടും വിവാഹം കഴിക്കാമല്ലോ അല്ലേ? അപ്പോൾ പിന്നെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞതിന് അതൊരു നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പറഞ്ഞേ പറ്റുള്ളൂ. സോറി. മുഴുവൻ കാര്യം പറയണ്ട, അത്യാവശ്യമുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കോ ഡിപ്പെൻഡൻ്റ് എനർജിയാണ്. രണ്ടുപേർക്കും സെപ്പറേറ്റഡ് ആവാൻ പറ്റില്ല. രണ്ടുപേരിലും ഡിപ്പെൻഡഡ് ആണെന്നാണ് പറയുന്നത്. കോ ഡിപ്പെൻഡൻസി ആണിത്. അപ്പോൾ ഒരാളെ മറ്റേ ആൾ പൂർത്തീകരിക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരാൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ അയാളുടെ പകുതിയായിട്ടുള്ള ആൾ അവിടെ വന്ന് ചേരുമ്പോഴാണ് ഒരാൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ചേരുമ്പോഴാണ് ഇവർക്കൊരു കംപ്ലീഷൻ, ഒരു പൂർണ്ണത വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ഒഴിവാക്കുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് സ്ട്രെങ്ത് കൊടുക്കുന്നത് തേർഡ് പാർട്ടിയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ പറ്റില്ല. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് കാണിക്കുന്നത്. ആദ്യം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് അത്ര ഹാപ്പി അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ലൈഫ് ഷെയർ ചെയ്യാനായിട്ട് ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആദ്യം ഈ പേഴ്സൺ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആയിരുന്നില്ല തേർഡ് പാർട്ടിക്ക്. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഇവർ തമ്മിൽ കംപ്ലീറ്റഡ് ആയിട്ട് ഇൻവോൾവ് ആയി. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നടൻ, ആ പേഴ്സൺ ഒരു പെൺകുട്ടിയായിട്ട് നടി തന്നെയാണ്, ഭയങ്കര സ്നേഹത്തിലായി. അപ്പോൾ ആ സമയത്ത് ഇവർ തമ്മിൽ സ്നേഹമായിരുന്ന സമയത്ത് ഈ പേഴ്സൺ ഇവർ ഭയങ്കര സ്നേഹത്തിൽ ഇവർ കല്യാണത്തിലേക്ക് അടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ പേഴ്സൺ ആ പെൺകുട്ടിയുടെ ഫ്രണ്ടിനെ കല്യാണം കഴിച്ചു. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ആ ഒരു സിറ്റുവേഷൻ പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഭയങ്കര വിശ്വാസമാണ്. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ പേഴ്സണെ തട്ടിയെടുത്തത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു മിഥ്യാ ലോകത്ത് ജീവിച്ച ഒരാളാണ്. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന എന്താണെന്നൊരു ബോധവും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ല. അവസാനം അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അന്തം വിടും, ഇതെങ്ങനെയാണ് പറ്റിയെന്ന്. അപ്പം നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ്. പക്ഷേ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. മനസ്സിലായി? അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആവാനാണ് ചാൻസ്. എന്തായാലും ഇവർ തമ്മിൽ നിങ്ങൾ പേഴ്സണും തമ്മിലുള്ള കണക്ഷനേക്കാൾ കൂടുതൽ വളരെ കണക്റ്റഡ് ആയിപ്പോയി.
മനസ്സിലായി. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെ ഒരു ബെസ്റ്റി പോലെ ആയിരുന്നിരിക്കാം ഈ പേഴ്സൺ. അവസാനം അതൊരു കല്യാണത്തിൽ അവസാനിച്ചു. കാരണം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെക്കാളും കൂടുതൽ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഷെയറിങ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ ലിയോ ഉണ്ട്, ടോറസ്, ലിയോ ഒക്കെ വേറെ, സ്കോർപ്പിയോ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി ഭയങ്കര കണ്ണിങ് ആണ്, തട്ടിയെടുത്തതാണെന്നൊരു ബോധം തേർഡ് പാർട്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നൊരു ഇതുണ്ട്. തേർഡ് പാർട്ടി ഭയങ്കര ഒരു പേടിയുണ്ട്. ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ട് പോകുമെന്ന് തേർഡ് പാർട്ടിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്, ദൈവഭയമുള്ള ഒരാളാണ്. അപ്പോൾ പേടിയുണ്ട് ഇതെന്തെങ്ങനെ പോകാമോന്ന്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കണ്ട, നമുക്ക് ദൂരേക്ക് പോകാമെന്ന് തേർഡ് പാർട്ടി ഫോഴ്സ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകാൻ പോകുന്നത് ഓവറോൾ എനർജിയിൽ നമ്മൾ കണ്ടു. അത് ശരിയാണ്. പക്ഷേ അത് ഇനീഷ്യേറ്റീവ് എടുത്തേക്കുന്ന തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ പേഴ്സണേയും കൊണ്ട് തേർഡ് പാർട്ടി പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇനി നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് കാരണം. ഒരു ടവർ മൊമെൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇവരുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണേയും കൊണ്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളറിയാം ഇതൊരു സർപ്പമായിരുന്നു. നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, സർപ്പമാണ്, നിങ്ങൾ മനസ്സിലാക്കിയില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചു. ഇവരെ കുറേ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റേതായൊരു അധൈര്യമുണ്ട്. പുറമെ ഭയങ്കര എന്താ പറയുക, ഫിയർലെസ് ആയിട്ട് ധൈര്യമുള്ള ആളായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു പേടിയുണ്ട് നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോഴത്തെ അവർ ഭയങ്കര ഹാപ്പിയാണ്. പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അവർ ഡിവൈൻ ലവ്, ഹാർമണി, ബ്ലിസ്ഫുൾ റിലേഷൻഷിപ്പ്, വളരെ ഹാപ്പിയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. അപ്പോൾ ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി വിവാഹം കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നവരുടെ മുമ്പിലേക്ക് തേർഡ് പാർട്ടിയാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു ഹോം കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ വീട്ടുകാർ, പേഴ്സണിൻ്റെ വീട്ടിലെ ആളുകൾക്ക് ഇവരോട് അമർഷമുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇവരപ്പം ചുറ്റുമുള്ള പ്രശ്നങ്ങളൊന്നും ഇവർ വകവയ്ക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇവർ ഹാപ്പിയാണ്, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും. ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ മാരേജ് ഭയങ്കര ലേറ്റായിട്ട് അവർക്ക് വേറെ ആരെയും കിട്ടാതിരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. അപ്പം ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ഫാമിലി ഹാപ്പി ആവേണ്ടതല്ലേ എന്നാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ തേർഡ് പാർട്ടിയുടെ ഫാമിലിയും തേർഡ് പാർട്ടിയുടെ ഫാമിലി ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലി ഒട്ടും ഹാപ്പി അല്ല എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലി ഒട്ടും ഹാപ്പി അല്ല ഇവരുടെ വിവാഹത്തിൽ. അപ്പോൾ ഇവർക്ക് ഭയങ്കര അമർഷമുണ്ട് തേർഡ് പാർട്ടിയോട്. അവർ പ്രതീക്ഷിച്ചില്ല തേർഡ് പാർട്ടി ചതിക്കുമെന്ന്. നിങ്ങളെയും അവരെയും ചതിക്കുകയാണ് ചെയ്യുന്നത് തേർഡ് പാർട്ടി. അപ്പോൾ അതാണ് ഇവിടെ പ്രശ്നം. തേർഡ് പാർട്ടി കാത്തിരുന്ന് വന്നു കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ തേർഡ് പാർട്ടി അത് മുതലെടുത്തു. പക്ഷെ ഇവിടെ വീട്ടുകാരുടെ ഹാപ്പിയല്ല. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് അവർ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതെല്ലാം നടന്നു, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്ന് പിന്മാറിയിട്ട് കാര്യമില്ല എന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഹാപ്പിയാണെന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇനി തേർഡ് പാർട്ടിക്ക് വേണ്ടി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് വേണ്ടി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ഇവരൊരു ഡിലേ ഉണ്ട്. ഇവരൊരു സോൾമേറ്റ് കണക്ഷൻ, ലവേഴ്സാണ് വന്നേക്കുന്നത്, സോൾമേറ്റ് കണക്ഷനാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ വിശ്വസിച്ചിരിക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമാണ് സോൾമേറ്റ്സ് എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ കാർഡ് കണ്ടില്ലേ നമ്മൾ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സോൾമേറ്റ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ ഡിലേ ഉണ്ടാക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവർ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഒരു 10 of Cups ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും മാത്രമുള്ളൊരു ലോകത്തേക്ക് ഇവർ പെട്ടെന്ന്
പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഡിലേയ്സ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സണിൽ, ചെയ്തത് ശരിയായോ ഇല്ലയോ എന്ന്. പക്ഷേ ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് എനിക്ക് പറഞ്ഞു വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ കല്യാണം നടക്കില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ കൊണ്ട് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയുമായിട്ട് പോകാൻ റെഡി ആവുന്നത് പുറത്തേക്ക്. തേർഡ് പാർട്ടി വിചാരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എൻഡാവും. തേർഡ് പാർട്ടി ആള് സ്മാർട്ടാണെന്ന് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഡെത്ത് കാർഡ്, ഒരു ചോയ്സ് എടുത്തു തേർഡ് പാർട്ടി. ഇതിൽ സ്റ്റക്കാണ്. അപ്പോൾ ഇനി വേറെ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ചെറിയ ഒരു കുറ്റബോധം ഉണ്ട് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ തട്ടിയെടുത്തതിൽ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങളെ കണ്ട് നിങ്ങളെ സംസാരിക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സ് മാറിയാൽ തേർഡ് പാർട്ടിക്ക് നഷ്ടമാകും. മനസ്സിലായി? തേർഡ് പാർട്ടി ചിലപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടി എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിവാഹം കഴിച്ചതെന്ന് നമുക്കറിയില്ല. തേർഡ് പാർട്ടിക്ക് അറിയാം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് പോലും അറിയില്ല. അപ്പോൾ ഇവിടെ ഈ വിവാഹ ജീവിതം ഇത് വളരെ ആശിച്ചാണ് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി തട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു പേടിയുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്. അത് തേർഡ് പാർട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും തേർഡ് പാർട്ടിയുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് പോകാൻ നോക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഏതായാലും സ്റ്റക്കാണ്. ഇനി നിങ്ങൾക്ക് ഈ പേഴ്സണെ തിരിച്ചു തരില്ല എന്ന് തന്നെയാണ് തീരുമാനം എടുത്തേക്കുന്നത് തേർഡ് പാർട്ടി, കേട്ടോ. അപ്പോൾ ചെറിയൊരു കുറ്റബോധമൊക്കെ ഉണ്ട്, അത് വരുമ്പോൾ കാണാമെന്നൊരു ചിന്തയാണ് തേർഡ് പാർട്ടിക്ക്. ദൈവത്തിനറിയാം. നമ്മൾ മറ്റുള്ളവരുടെ ആളുകളെ തട്ടിയെടുക്കുമ്പോൾ അപ്പോൾ നിങ്ങളോട് നേരത്തെ നിങ്ങൾക്ക് ഇവർക്കൊരു സംശയം തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ തേർഡ് പാർട്ടിയോട് കണക്ഷൻ വെക്കരുതെന്ന് പറഞ്ഞത്? അപ്പോൾ പക്ഷെ നിങ്ങൾ അറിയാതെ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ വിവാഹം കഴിക്കാനിരുന്ന ആള് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്കാണ് ഇപ്പോൾ പോയേക്കുന്നത്. അപ്പോൾ നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത്. കഷ്ടമായിപ്പോയി. ടോറസ്, സ്കോർപ്പിയോ, പൈസീസ്, സ്കോർപ്പിയോ. ഈ റീഡിങ് മൊത്തത്തിൽ സ്കോർപ്പിയോ, ലിയോ കുറേ കണ്ടു, സ്കോർപ്പിയോ കുറേ കണ്ടു. എന്താ വേറെ സോഡിയാക് സൈൻ ഒന്നും വരുന്നില്ല. ജെമിനായി വന്നു. ഇപ്പോൾ ജെമിനായി, പിന്നെ സ്കോർപ്പിയോ പിന്നെയും വരുന്നു. ക്യാൻസർ ഉണ്ട് ഇവിടെ. വേറെ ഇഷ്ടംപോലെ സോഡിയാക് സൈൻസ് ഉണ്ട്, പക്ഷെ അതൊന്നും വരുന്നില്ല. അതാണ് അതിശയം. ലിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പിന്നെയും ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ വന്നത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടിരുന്ന എല്ലാവർക്കും, ക്ഷമയോട് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ച് നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ.